ഹലോ നമസ്കാരം. നിങ്ങൾ ഒരുപാട് കഷ്ടപ്പെട്ട് സമ്പാദിച്ച പണം ഒരു സിനിമാ നടന്റെ വാക്കുകേട്ട് എവിടെയെങ്കിലും നിക്ഷേപിക്കാൻ തയ്യാറാകുമോ? പ്രശസ്തിയും പണവും ഒരുമിക്കുമ്പോൾ സംഭവിക്കാൻ സാധ്യതയുള്ള ചില ചതിക്കുഴികളെക്കുറിച്ചാണ് നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത്. അപ്പോ നമുക്ക് നേരെ കാര്യത്തിലേക്ക് കടക്കാം. ഒന്നാലോചിച്ചു നോക്കിക്കേ, നമ്മളെല്ലാവരും ആരാധിക്കുന്ന നമുക്കിഷ്ടമുള്ള താരങ്ങളുണ്ട്. പക്ഷേ അവരെ വിശ്വസിച്ച് നമ്മുടെ ജീവിതകാലത്തെ സമ്പാദ്യം മുഴുവൻ നൽകുന്നത് എത്രത്തോളം ശരിയായ ഒരു തീരുമാനമാണ്? ഈ ഒരു ചോദ്യത്തിനുള്ള ഉത്തരമാണ് നമ്മൾ ഇന്ന് കണ്ടെത്താൻ ശ്രമിക്കുന്നത്. അപ്പോ എന്താണ് ഈ സെലിബ്രിറ്റി ഇൻവെസ്റ്റർ കെണി എന്ന് പറയുന്നത്? സത്യത്തിൽ നമ്മുടെ നാട്ടിൽ താരങ്ങളുടെ വാക്കിന് വലിയ വിലയാണ്. അവർ ഒന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കാൻ ലക്ഷക്കണക്കിന് ആളുകളുണ്ട്. പക്ഷേ പണത്തിന്റെ കാര്യത്തിൽ ഈ വിശ്വാസം നമ്മളെ എവിടെ കൊണ്ടെത്തിക്കുമെന്ന് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഇതിന്റെ പിന്നിലുള്ള സൈക്കോളജിയും വളരെ സിമ്പിളാണ്. നമ്മൾ ആരാധിക്കുന്ന, നമ്മളെ സ്വാധീനിക്കുന്ന ഒരാള് ഒരു കാര്യം പറയുമ്പോൾ നമ്മളത് പെട്ടെന്ന് വിശ്വസിക്കും. പക്ഷേ നമ്മൾ മറക്കാൻ പാടില്ലാത്ത ഒരു കാര്യമുണ്ട്. അവരുടെ പ്രധാന ലക്ഷ്യം ബിസിനസ്സാണ്, അല്ലാതെ നിങ്ങൾക്ക് ഏറ്റവും നല്ല സാമ്പത്തിക ഉപദേശം നൽകുക എന്നുള്ളതല്ല. അപ്പോ ശരി, നമുക്കിതിന്റെ ഒരു പിന്നാമ്പുറത്തേക്കൊന്ന് നോക്കാം. എന്തിനാണ് ഈ പ്രശസ്തരായ ആളുകൾ ഇത്തരം പരസ്യങ്ങളിൽ വരുന്നത്? ഒരു താരത്തിന്റെ മുഖം കണ്ടതുകൊണ്ട് മാത്രം ഒരു നിക്ഷേപം സുരക്ഷിതമാകുമോ? എന്തുകൊണ്ട് നമ്മൾ അതിനെ കുറച്ചുകൂടി സംശയത്തോടെ കാണണം? ഇതിന് പല കാരണങ്ങളുണ്ടാകാം കേട്ടോ. ചിലപ്പോൾ രാഷ്ട്രീയപരമായ സമ്മർദ്ദം കൊണ്ട് ഒരു കമ്പനിയെ സഹായിക്കേണ്ടി വരുന്നതാകാം. അല്ലെങ്കിൽ ചിലപ്പോൾ വ്യക്തിപരമായ ബന്ധങ്ങളുടെ പേരിൽ വേണ്ടത്ര പഠിക്കാതെ ഒരു പ്രോഡക്റ്റിനെ പ്രൊമോട്ട് ചെയ്യുന്നതാവാം. പക്ഷേ മിക്കപ്പോഴും സംഭവം സിമ്പിളാണ്. ഇത് കാശുവാങ്ങി ചെയ്യുന്ന ഒരു പണിയാണ്. ആ പ്രൊമോട്ട് ചെയ്യുന്ന പ്രോഡക്റ്റിനെക്കുറിച്ച് അവർക്ക് വലിയ അറിവൊന്നും ഉണ്ടാകണമെന്നില്ല. ഈ പറയുന്ന അപകടമൊക്കെ എത്രത്തോളം സീരിയസ് ആണെന്ന് മനസ്സിലാക്കാൻ നമുക്ക് 3 ചെറിയ കഥകൾ കേട്ടുനോക്കാം. ഇത് സാങ്കല്പികമാണെങ്കിലും യഥാർത്ഥ ജീവിതത്തിൽ എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാൻ സാധ്യതയുള്ള കാര്യങ്ങളാണ്. നമ്മുടെ ആദ്യത്തെ കഥയിലെ താരം ഒരു ഫേമസ് ബോളിവുഡ് ആക്ടറാണ്. അദ്ദേഹം തന്റെ പ്രശസ്തി ഉപയോഗിച്ച് ഒരു വലിയ റിയൽ എസ്റ്റേറ്റ് പ്രോജക്റ്റിനെ പ്രൊമോട്ട് ചെയ്യുകയാണ്. പിന്നെന്തുണ്ടായി എന്നല്ലേ നമുക്ക് നോക്കാം. കഥ ഇങ്ങനെയാണ് മുന്നോട്ടു പോകുന്നത്. പ്രിയപ്പെട്ട നടൻ ഒരു റിയൽ എസ്റ്റേറ്റ് പ്രൊജക്റ്റിനെക്കുറിച്ച് വാതോരാതെ സംസാരിക്കുന്നു. വലിയ ലാഭം ഉറപ്പുപറയുന്നു. അത് വിശ്വസിച്ച് സാധാരണക്കാരായ ആളുകൾ അവരുടെ ജീവിത സമ്പാദ്യം മുഴുവൻ അതിൽ കൊണ്ടുപോയി നിക്ഷേപിക്കുന്നു. പക്ഷേ ആരുമറിയാത്തൊരു സത്യമുണ്ടായിരുന്നു. ആ പ്രൊജക്റ്റിന് ആവശ്യമായ നിയമപരമായ അനുമതികളൊന്നും ഉണ്ടായിരുന്നില്ല. അവസാനം പ്രൊജക്റ്റ് പാതിവഴിയിൽ നിന്നു. അങ്ങനെ സാധാരണക്കാരുടെ ജീവിതകാലത്തെ സമ്പാദ്യം ഒറ്റയടിക്ക് പോയി കിട്ടി. ഇതിലെ ഏറ്റവും വലിയ ട്രാപ്പ് എന്താന്ന് വെച്ചാല്, ആ നടന്റെ പ്രശസ്തി കാരണം ആരും ആ പ്രോജക്റ്റിന്റെ നിയമപരമായ കാര്യങ്ങൾ ശരിക്കും അന്വേഷിക്കാൻ മെനക്കെട്ടില്ല. ഇത്രയും വലിയ നടൻ പറയുമ്പോൾ പിന്നെന്താ കുഴപ്പം എന്നൊരു വിശ്വാസത്തിൽ അവർ സ്വന്തമായി ചെയ്യേണ്ട ഒരു ഹോംവർക്ക് പോലും ചെയ്തില്ല. ശരി, ഇനി നമുക്ക് ഇന്നത്തെ കാലത്തെ ഡിജിറ്റൽ താരങ്ങളിലേക്ക് വരാം. സോഷ്യൽ മീഡിയയിലെ ഒരു ഇൻഫ്ലുവൻസറും ഒരു പുതിയ ക്രിപ്റ്റോ കറൻസിയുമാണ് നമ്മുടെ രണ്ടാമത്തെ കഥയിലെ പ്രധാന കഥാപാത്രങ്ങൾ. ഇൻഫ്ലുവൻസിൽ ഒരു പുതിയ ക്രിപ്റ്റോയെക്കുറിച്ച് പറയുന്നു. ഇത് വാങ്ങിവെച്ചാൽ പെട്ടെന്ന് കോടീശ്വരനാകാം എന്ന് വാഗ്ദാനം ചെയ്യുന്നു. ഇത് കേട്ട് ആയിരക്കണക്കിന് ഫോളോവേഴ്സ് അതിൽ നിക്ഷേപിക്കാൻ തുടങ്ങി. സ്വാഭാവികമായും അതിന്റെ വില കൂടി. പക്ഷേ ആ ഒരു ഹൈപ്പ് കഴിഞ്ഞപ്പോൾ ക്രിപ്റ്റോയുടെ വില തലകുത്തി താഴേക്ക് വീണു. ഹൈപ്പുണ്ടാക്കി ക്യാഷും വാരി ഇൻഫ്ലുവൻസർ മുങ്ങി. പാവം ഫോളോവേഴ്സിന്റെ കയ്യിലിരുന്നത് വെറും വിലയില്ലാത്ത ഡിജിറ്റൽ കോയിൻസ് മാത്രം. ഇവിടെ നമ്മൾ കാണുന്നതെന്താണ്? പണത്തിനു വേണ്ടി മാത്രം ചെയ്യുന്ന ഒരു പ്രൊമോഷൻ എങ്ങനെയാണ് ആളുകളെ വഴിതെറ്റിക്കുന്നത് എന്നാണ്. ആ ഇൻഫ്ലുവൻസറുടെ വാക്കു വിശ്വസിച്ച് ആളുകൾ ഒരുതരം ചൂതാട്ടത്തിലേക്കാണ് എടുത്തു ചാടിയത്, അല്ലേ? ഇനി നമ്മുടെ മൂന്നാമത്തെയും അവസാനത്തെയും കഥയിലേക്ക് വരാം. ഇവിടത്തെ താരം നമുക്കെല്ലാവർക്കും അറിയാവുന്നൊരു പ്രശസ്ത ക്രിക്കറ്ററാണ്. അദ്ദേഹം പ്രൊമോട്ട് ചെയ്തതോ ഒറ്റ നോട്ടത്തിൽ വളരെ സിമ്പിളും യൂസർ ഫ്രണ്ട്ലിയും എന്ന് തോന്നുന്നൊരു ഇൻവെസ്റ്റ്മെന്റ് ആപ്പും. പ്രിയപ്പെട്ട ക്രിക്കറ്റ് താരം പറയുന്നു, ഈ ആപ്പ് ഉപയോഗിച്ച് നിക്ഷേപിക്കുന്നത് കുട്ടിക്കളിയാണെന്ന്. ഇത് കേട്ട് നിക്ഷേപത്തെക്കുറിച്ച് വലിയ ധാരണയില്ലാത്ത ഒരുപാട് പേര് ആപ്പ് ഡൗൺലോഡ് ചെയ്യുന്നു. പക്ഷെ ആ ആപ്പിന്റെ ഒരു കുഴപ്പമെന്തായിരുന്നുവെന്നാൽ അതിന്റെ ആൽഗോരിതം, അതായത് അതിന്റെ ഉള്ളിലെ പ്രോഗ്രാം ആളുകളെ കൊണ്ട് റിസ്ക് കൂടിയ ഇൻവെസ്റ്റ്മെന്റുകളാണ് ചെയ്യിച്ചിരുന്നത്. അവസാനം ആപ്പിന്റെ ഓട്ടോമേറ്റഡ് തീരുമാനങ്ങൾ കാരണം അവർക്ക് വലിയ നഷ്ടം സംഭവിച്ചു. അപ്പൊ ഈ 3 കഥകളിലും നമ്മൾ കണ്ടൊരു കോമൺ പ്രശ്നമുണ്ട്. ഈ താരങ്ങളുടെ പരസ്യം കണ്ടപ്പോൾ വളരെ കോംപ്ലിക്കേറ്റഡായ കാര്യങ്ങൾ പോലും ഭയങ്കര എളുപ്പവും സേഫും ആണെന്ന് സാധാരണക്കാരെ തെറ്റിദ്ധരിച്ചു. ഓരോരുത്തർക്കും വേണ്ട പേഴ്സണൽ അഡ്വൈസോ അവരുടെ റിസ്ക് എടുക്കാനുള്ള കപ്പാസിറ്റിയോ ഒന്നും അവിടെ ആരും നോക്കിയില്ല. അപ്പോൾ ഇതിനൊരു പരിഹാരമില്ലേ? സെലിബ്രിറ്റികളുടെ വാക്ക് കേൾക്കുന്നതിന് പകരം നമ്മൾ എന്ത് ചെയ്യണം? ശരി, നമുക്ക് ആ വഴികളൊന്ന് നോക്കാം. ഈ ഒരു താരതമ്യം നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കൂ. ഒരു സെലിബ്രിറ്റിയുടെ ലക്ഷ്യമെന്താ? പണം അല്ലെങ്കിൽ ബിസിനസ്.
എന്നാൽ ഒരു ക്വാളിഫൈഡ് ഫിനാൻഷ്യൽ അഡ്വൈസറുടെ ലക്ഷ്യമോ അത് നിങ്ങളുടെ നല്ല ഭാവിയാണ്. ഇനി വൈദഗ്ധ്യത്തിന്റെ കാര്യം നോക്കിയാലോ, സെലിബ്രിറ്റിക്ക് ചിലപ്പോൾ അഭിനയത്തിലോ ക്രിക്കറ്റിലോ ആയിരിക്കും കഴിവ്. പക്ഷേ ഫൈനാൻഷ്യൽ അഡ്വൈസർക്ക് അതിനുവേണ്ട സർട്ടിഫിക്കേഷനും അറിവുമുണ്ടാകും. ഏറ്റവും പ്രധാനമായി, ഒരു അഡ്വൈസർക്ക് നിങ്ങളോട് നിയമപരമായ ഒരു കടമയുണ്ട്. നിങ്ങളുടെ നല്ലതിനു വേണ്ടി മാത്രമേ അവർക്ക് പ്രവർത്തിക്കാൻ സാധിക്കും. ഒരു സെലിബ്രിറ്റിക്ക് അങ്ങനെ ഒരു ബാധ്യതയുമില്ല. അപ്പോൾ ഒരു നല്ല ഫിനാൻഷ്യൽ അഡ്വൈസർ നിങ്ങൾക്ക് എന്തൊക്കെയാണ് തരുന്നത്? 1. യാതൊരു പക്ഷപാതവുമില്ലാത്ത ഉപദേശം. 2. ഓരോ ഇൻവെസ്റ്റ്മെന്റിനെക്കുറിച്ചും അവർ ശരിക്ക് പഠിച്ചിട്ടുണ്ടാകും. 3. നിങ്ങളുടെ സ്വപ്നങ്ങൾക്കനുസരിച്ച് ഒരു പ്ലാൻ ഉണ്ടാക്കിത്തരും. 4. അത് വെറുതെ ഉണ്ടാക്കിത്തരുക മാത്രമല്ല, നിങ്ങളുടെ സാമ്പത്തിക യാത്രയിലുടനീളം കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യും. അപ്പോൾ ഇത്രയും നേരം നമ്മൾ സംസാരിച്ചതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട പാഠമെന്താണ്? നമുക്ക് നോക്കാം. ഒരു കാര്യം മനസ്സിലുറപ്പിക്കുക. നിങ്ങളുടെ കഷ്ടപ്പാടിന്റെ ഫലമായുണ്ടാക്കിയ പണത്തിന്റെ ഭാവി ഏതെങ്കിലും ഒരു സിനിമയിലോ ക്രിക്കറ്റ് കളിയിലോ കണ്ട ഒരു മുഖത്തെ ഏൽപ്പിക്കാനുള്ളതല്ല. അത് നല്ല അറിവിന്റെയും വിദഗ്ധരുടെ ഉപദേശത്തിന്റെയും അടിസ്ഥാനത്തിൽ മാത്രം എടുക്കേണ്ട ഒരു തീരുമാനമാണ്. അവസാനമായി ഈ ഒരു ചോദ്യം ഞാൻ നിങ്ങൾക്ക് മുന്നിൽ വയ്ക്കുകയാണ്. നിങ്ങളുടെ ഭാവി പണിതുയർത്തുന്നത് ഇന്നത്തെ ഓരോ തീരുമാനങ്ങളുമാണ്. ആ തീരുമാനങ്ങളെടുക്കാൻ നിങ്ങൾ ആരുടെ ഉപദേശമാണ് കേൾക്കുന്നത്? ഒരു താരത്തിന്റെയോ അതോ ഒരു വിദഗ്ധന്റെയോ? ഒന്നാലോചിച്ചു നോക്കൂ. നന്ദി.